അതുകൊണ്ടേ ഇത് സെറ്റിൽ ചെയ്യാനുള്ള എളുപ്പമാർഗം എന്തോന്നറിയാം. UDFന്റെ 5 വർഷക്കാലം പെൻഷൻ എത്ര കൊടുത്തു? LDFന്റെ 5 വർഷക്കാലം എത്ര കൊടുത്തു? UDFന്റെ 5 വർഷക്കാലം 9400 കോടി രൂപ. തർക്കമുണ്ടെങ്കിൽ പറഞ്ഞു. LDFന്റെയോ 35,000 കോടി രൂപ. LDFന്റെ ഭരണം അവസാനിക്കുമ്പോ ഒരു ഭരണകാലത്തും കുടിശ്ശിക ഉണ്ടായിട്ടില്ല. അപ്പൊ UDF ഇപ്പൊ പറയുന്നത് അവരുടെ ഭരണം അവസാനിച്ചപ്പോഴും കുടിശ്ശികയൊന്നുമില്ല എന്നുള്ളതാണ്. 2016 ഞാൻ ധനമന്ത്രിയായപ്പോ എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഓരോരുത്തർക്കും എത്ര പെൻഷൻ വെച്ച് കുടിശ്ശിക ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. അവസാനത്തെ ഇപ്പൊ ക്യാബിനറ്റിന്റെ തീരുമാനം, അത് രഹസ്യ തീരുമാനമല്ല, ഓർഡറാക്കി ഇറക്കിയിട്ടുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് 15,000 രൂപ വരെ കുടിശ്ശിക തീർക്കാം. അന്ന് 600 രൂപ പെൻഷൻ അല്ലേ? 15,600 കൊണ്ട് ഹരിച്ചു നോക്കിക്കേ. 25 മാസം 15,000 രൂപ മേടിച്ച ആളുകളുടെ രസീതി ഇന്ന് ലഭ്യ പുറത്ത്. ഇത് അവസാനിപ്പിച്ച് കുടിശ്ശിക തീർത്ത് ഈ 600 രൂപ 1,600 രൂപയാക്കി. ഭരണം അവസാനിച്ചപ്പോ കുടിശ്ശികയില്ലെന്ന് മാത്രമല്ല ഒരു ഗഡു അഡ്വാൻസും കൊടുത്തു. ഈ 1,600 രൂപ ഇന്ന് മേടിക്കുന്നതില് UDFന്റെ അവകാശവാദം അംഗീകരിച്ചാൽ പോലും 200 രൂപയല്ലേ അവർക്കുള്ളൂ. ബാക്കി LDF കൊടുത്തിരിക്കുന്നത്. UDFന്റെ 5 വർഷക്കാലം 9400 കോടി രൂപ. തർക്കമുണ്ടെങ്കിൽ പറഞ്ഞുണ്ട്. LDFന്റെയോ 35,000 കോടി രൂപ. വല്ല താരതമ്യം ഉണ്ടോന്ന് UDF ചെയ്തതും LDF കൊടുത്തതും തമ്മില്? എന്നിട്ട് ഇത് ഭയങ്കര തൻ്റെ അസാമാന്യ തൊലിക്കട്ടി തന്നെ വന്ന് ഇരുന്നിട്ട് ഞങ്ങൾ എന്ത് കുടിശ്ശിക, ഞങ്ങൾക്ക് കുടിശ്ശിക ഉണ്ടായിരുന്നില്ല, ആൾക്കാർ മറന്നുപോയി എന്നായിരിക്കും കരുതുന്നത്. കേരളത്തിൽ അന്ന് കുടിശ്ശിക മേടിച്ച ആൾക്കാരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. കേരളത്തിൽ 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും ഏതാണ്ട് പെൻഷൻ കിട്ടും. ഇപ്പൊ ആ നിലയിലേക്ക് വന്ന്. അപ്പൊ അതുകൊണ്ട് UDFന്റെ കാലത്ത് എണ്ണം കൂട്ടി കൊടുക്കണ്ടേ? അത് കൂടി ശരിയാക്കി വെച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അവസാനത്തെ ബഡ്ജറ്റിലെ 75 വയസ്സ് കഴിഞ്ഞവർക്ക് 1,200 കൊടുക്കും എന്ന് പറഞ്ഞു. കൊടുത്തില്ല, കുടിശ്ശിക. അത് വെച്ചിട്ടാണ് ഈ പറയണേ, കൊടുക്കാത്ത പണം വെച്ചിട്ട് 1,200 കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് 1000 രൂപ പെൻഷൻ, വയോജന പെൻഷൻ വർദ്ധിപ്പിക്കുന്നല്ലേ അവരുടെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചത്. LDFും പറഞ്ഞു. 2 മുന്നണിയും 2016 ഇലക്ഷന് പറഞ്ഞത് വയോജന പെൻഷൻ 1000 രൂപയായിട്ട് കൂട്ടുന്ന. അപ്പൊ 1,200 നടപ്പാക്കിയിരുന്നെങ്കിൽ അങ്ങനെ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ പൊള്ളയായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ഒരു കാലത്ത് നടപ്പാക്കാതിരുന്ന കാര്യം അത് പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങിപ്പോയതാണ്. ഇനി എന്ത് കാശില്ലെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും ക്ഷേമ പെൻഷൻ മാസം മാസം കൊടുക്കും. അതിനെയാണ് കൈക്കൂലി എന്ന് പറഞ്ഞ് പാവപ്പെട്ടവരെ ആകെ അപമാനിച്ചത്. അത് UDFന്റെ ഒരു മനസ്സിരിപ്പാണ്. നമ്മൾ അങ്ങനെയല്ല കേട്ടോ. പാവങ്ങളുടെ അവകാശമായിട്ടാണ് കാണുന്നത്.